ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ചക്ക എരിശ്ശേരി എന്നും പലരും പറയും. നമ്മളിവിടെ ചക്കക്കൂട്ടാൻ, ചക്ക എരിശ്ശേരി അങ്ങനെ പലതും പറയട്ടെ. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക നല്ല മുറിച്ച് കഷ്ണങ്ങളാക്കിയതാണ്. അതിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ തേങ്ങ പൂണ്ട് വെച്ചാട്ടോ, ചുരകാൻ മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു 4-5 പച്ചമുളകും ചെറിയ ജീരകവും 4-5 വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് അതിലോട്ട് നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് അതുകൊണ്ട് ഞാൻ ഉടയ്ക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വറവിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലോട്ട് നമ്മളിതാ കടുക് ഇട്ട് കൊടുത്തു, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പുറകിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഫൈനലി നമ്മൾ അതങ്ങനെ നമ്മുടെ കൂട്ടാനിലോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചക്കക്കൂട്ടാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.